മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം. യേശു തമ്പുരാൻ കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പരീക്ഷണ രംഗത്ത് സ്വർഗത്തിൻ്റെ ഇടപെടൽ കാണുകയാണ്. യേശു തമ്പുരാൻ സാത്താനെ ആട്ടിപ്പായിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സാത്താന് വല്ലാതെ സ്പേസ് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം, നമ്മൾ ചിന്തിക്കണം. സ്വാഭാവികമായി എൻ്റെ ജീവിതത്തിൽ സാത്താന് ഇടം ലഭിക്കുന്നുണ്ടെന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ ആ വാതിലുകളെ അടയ്ക്കണം, ആട്ടിപ്പായിക്കണം. ഈ പരിശുദ്ധ നോമ്പിലെ ആദ്യത്തെ പ്രവൃത്തി എന്താണെന്നറിയാമോ? നിലം ശുദ്ധീകരിക്കുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക. എങ്കിലേ ദൈവത്തിന് അവിടെ ഇടപെടാൻ കഴിയുകയുള്ളൂ. സാത്താന് വേരോട്ടമുള്ള ഇടത്ത് എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും? ആട്ടിപ്പായിക്കണം. നോമ്പിൻ്റെ 1-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ഹൃദയത്തിൽ സാത്താൻ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട 1-ാം മണിക്കൂറാണ് ഇത് എന്ന് മറക്കരുത്. എൻ്റെ ചിന്തയുടെ മണ്ഡലത്തിൽ സാത്താന് സ്പേസ് ഇല്ല. എൻ്റെ ആലോചനയിൽ, എൻ്റെ കാഴ്ചകളിൽ, എൻ്റെ കേൾവികളിൽ, എൻ്റെ പ്രവർത്തികളിൽ, എൻ്റെ വിചാരങ്ങളിൽ, എൻ്റെ ആലോചനകളിൽ, എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ കുടുംബങ്ങളിൽ, ഞാൻ പോകുന്ന ഇടങ്ങളിൽ, എൻ്റെ യാത്രകളിൽ, ജോലി സ്ഥലങ്ങളിൽ, ഒരിടത്ത് പോലും സാത്താന് നോ സ്പേസ്, സാത്താന് സ്ഥലമില്ല എന്ന് അടിവരയിട്ട് പ്രഖ്യാപിക്ക്. നോമ്പിൻ്റെ നല്ല തുടക്കമായിരിക്കും. ആമേൻ.